പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള 4 പൂക്കളാണ് പുത്തനാട് ജുമാ മസ്ജിദിന് സമീപത്തെ ഖബർസ്ഥാനിൽ ഇനി അന്ത്യവിശ്രമം കൊള്ളുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8D ക്ലാസ്സിൽ നിദാ ഫാത്തിമയും റിദയും ഇർഫാനയും ആയിഷയും ഒരുമിച്ചായിരുന്നു. അടുത്തടുത്തായി തന്നെ അന്ത്യവിശ്രമം കൊള്ളാനും ഉറ്റവർ അവർക്കായി ഖബറൊരുക്കി. മൺമറഞ്ഞാലും അവരങ്ങനെ തൊട്ടുരുമ്മി കഥകൾ പറഞ്ഞ് സൗഹൃദം പങ്കുവെച്ച് അന്ത്യവിശ്രമം കൊള്ളട്ടെയെന്ന് കരുതിയിട്ടാകണം. ഉറ്റവർക്കും ഉടയവർക്കും വിയോഗം താങ്ങാനുള്ള കരുത്തും ക്ഷമയും നൽകണമേ എന്ന് ആത്മാർത്ഥമായി ജനാവലി ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയോടും ഉപ്പയോടും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ലെന്ന് ഈ മക്കൾ പറഞ്ഞിട്ടുണ്ടാകുമോ? ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച മാലാക കുഞ്ഞുങ്ങളല്ലേ, സ്വർഗത്തിലെ 4 മാലാക കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 4 പേരും സന്തോഷത്തോടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ നിങ്ങൾ എന്തിന് ഉള്ളുലഞ്ഞ് കരയണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മീസാൻ കല്ലിൽ കൊത്തിവെച്ച 4 പെൺപൂക്കളുടെ പേരുകൾ ഈ നാട് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. കുത്തിയ മൈലാഞ്ചി ചെടികൾ തളിർക്കുകയും ചെയ്യും. അങ്ങനെ തളിർക്കുന്നത് ഖബറിൽ നിന്നവർ തുണയായവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാവുമോ? അറിയില്ല. അങ്ങനെ കരുതാനാവുമല്ലോ ഉള്ളുലഞ്ഞ ഓരോ മനുഷ്യർക്കും ഇഷ്ടം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.